ശ്രീമതി ഷീല സണ്ണിക്കുണ്ടായ ദുരനുഭവം നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ വേദനയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ആ സഹോദരി 87 ദിവസം അനാവശ്യമായി ജയിലിൽ കഴിയേണ്ട ഇടയായി. എന്താണ്? ഒരു കള്ളക്കേസാണ്. ഒരു നാരായണദാസ് എന്ന് പറയുന്ന ഒരാൾ, അത് ആദ്യമൊന്നും വെളിവായില്ല ആരാണെന്ന്. അയാൾ ഒരു സീക്രട്ട് മെസ്സേജ് കൊടുക്കുന്നു എക്സൈസിന്. എന്താണെന്നറിയോ? ഷീല സണ്ണി, ആ പാവപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, ഒരു ചെറിയ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്നതാണ്. അതിൽ നിന്ന് ദിവസം ഒരു 800 രൂപയൊക്കെ വരുമാനം, അങ്ങേയറ്റം മാക്സിമം കിട്ടുന്ന വരുമാനമൊക്കെ അതായിരുന്നു. അത് കിട്ടും. അവരുടെ കുടുംബം കഴിഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. അവർ ജീവൻ നിലനിർത്തി അവർ നോക്കി അവർ ആഹാരം കഴിക്കാനും ഉപയോഗിച്ചിരുന്ന പൈസയാണത്. അതിന് വരും. ഒരു സ്കൂട്ടറുണ്ട്, അതുമായിട്ട് അവർ വന്ന് രാവിലെ വന്ന് ജോലി ചെയ്യും. ഇതിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. കിട്ടുന്ന കാശും കൊണ്ട് പോകും. അന്തസ്സായിട്ട് ജീവിതം നയിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവരുടെ മകൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അതായത് അവർക്ക് മരുമകളുണ്ട്. അതാണ് അവരുടെ ദുരിതം ഉണ്ടായത്, വേറൊന്നുമില്ല. അപ്പോൾ ഈ അമ്മാവിയമ്മയുടെ കൂടെ പല മരുമക്കൾക്കും ഒരു ദേഷ്യം അങ്ങോട്ട് വരും, ചിലപ്പോൾ തിരിച്ചിങ്ങോട്ടും ഒക്കെ വരും. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ്. കാരണം രണ്ട് കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഇവർ തമ്മിലൊക്കെ പലപ്പോഴും ചേരാതിരിക്കും. അതിന് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷെ അത് അങ്ങനെയുള്ള ഉള്ള രീതിയിലുള്ള ഒരു അതിര് കവിഞ്ഞുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഷീല സണ്ണിയുടെ കയ്യിൽ നിന്ന് ഉണ്ടായതായിട്ടൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പണ്ട് പ്രതികരിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഏഷ്യാനെറ്റിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ചർച്ചയിലുമൊക്കെ. അപ്പോൾ ഇവർ മയക്കുമരുന്ന് ഡീൽ ചെയ്യുന്നു. ഇവരുടെ കയ്യിൽ മയക്കുമരുന്നുണ്ട്. അത് സ്റ്റാമ്പുകൾ, മയക്കുമരുന്നുള്ള സ്റ്റാമ്പുകളുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒരു എക്സൈസ് ഒരു ഇൻസ്പെക്ടർക്ക് കിട്ടുന്നു. കിട്ടിയത് പാതി, കിട്ടാത്ത പാതി. ഒരു അന്വേഷണം നടത്താതെ ഇയാൾ നേരെ പോയിട്ട് ഇവരെ സ്കൂട്ടർ പരിശോധിക്കുന്നു. പരിശോധിച്ചപ്പോൾ ആ സ്കൂട്ടറിൽ നിന്ന് ഇതേപോലെ കുറേ സ്റ്റാമ്പുകൾ കിട്ടി. അത് കണ്ടപ്പോഴേ അയാൾ അങ്ങ് തീരുമാനിച്ചു ഇത് മയക്കുമരുന്നാണ് എന്നങ്ങ് തീരുമാനിച്ചു. ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു. ഇവരെ മയക്കുമരുന്ന് ഇവർ കൊണ്ടു നടക്കുന്നു. വ്യാപനം നടത്തുന്നതെല്ലാം ഈ ബ്യൂട്ടി പാർലറിൻ്റെ മറവിലാണ് എന്നുള്ള ഒരു പരസ്യവും കൊടുത്ത് ഈ പാവപ്പെട്ട സ്ത്രീയെ കോടതിക്കാരാക്കി റിമാൻഡ് ചെയ്യിപ്പിച്ച് ജയിലിലേക്ക് അയക്കുന്നു. അയാൾക്ക് സമാനമായി. ഏതായാലും ആ പാവപ്പെട്ട സ്ത്രീ 87 ദിവസം ആ ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് ഇത് പരിശോധിച്ചു കേട്ടോ. പരിശോധിച്ചപ്പോഴാണ് അവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ഒരു കാര്യം വെളിയിലേക്ക് വന്നത്. അതായത് ഇത് മയക്കുമരുന്നല്ല. എന്തു ചെയ്യും? ഒരാളെ ജയിലിലിട്ട കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അയാളെ അവിടെ നിന്ന് ഇറക്കി വിടുക, അല്ലാതെ എന്തു ചെയ്യും? അവസാനം അവരെ മോചിപ്പിച്ചു പെട്ടെന്ന്. 87. പക്ഷേ ഇത്രയും ദിവസങ്ങൾ അവരാത്തുന്ന വേദന ആർക്കെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റുമോ? അവരെ കുടുംബം തകർന്നു. അവരുടെ വരുമാനം, ആ സ്രോതസ്സ് നഷ്ടമായി. അത് പൂട്ടിപ്പോയി ആ ബ്യൂട്ടി പാർലർ. അവരെങ്ങനെ ജീവിക്കും? ഇതാരെങ്കിലും ആലോചിക്കാറുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സർക്കാരിനെതിരെ വലിയ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണം. ഈ ഉദ്യോഗസ്ഥനെയും പ്രതിയാക്കണം ഇവരെ അറസ്റ്റ് ചെയ്തത്. പിന്നെയൊക്കെ ഉള്ളത് ബാക്കിയുള്ളവന്മാരല്ലേ, ഇൻഫർമേഷൻ കൊടുത്തവനുമൊക്കെ പിന്നത്തെ കാര്യം. അപ്പോൾ അവസാനം ഇതിനെക്കുറിച്ച് വലിയ ഒച്ചപ്പാടായപ്പോൾ ഇത് അന്വേഷിക്കാനുള്ള ഇടയായി. അന്വേഷിക്കാൻ വന്നപ്പോൾ അവസാനം എന്താണെന്നറിയാം, ആദ്യമൊന്നും രഹസ്യവിവരമല്ലേ, വെളിവാക്കത്തില്ല ആരാന്ന്. ഐഡൻറ്റിറ്റി ഇവർ പറയാറില്ല. പക്ഷേ വിവരം വെളി വന്നു. നാരായണദാസ് എന്ന് പറയുന്ന ഒരുത്തനാണെന്നുള്ള ഇത് വിവരം വെളി വന്നു. ഈ ആരായി നാരായണദാസ് എന്നുള്ളത് അന്വേഷിക്കാൻ പോയപ്പോഴാണ് മനസ്സിലാവുന്നത്, ലിവിയ ജോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരിയാണ്. ആ സ്ത്രീയുടെ സുഹൃത്താണ് ഈ നാരായണദാസ്. ഈ ലിവിയ ജോസ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയുമാണ്. അപ്പോൾ മരുമകളുടെ ഇൻ്റർവെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ തലേന്ന്, അതായത് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഈ ലിവിയ ജോസ് ആ വീട്ടിൽ വന്നിരുന്നു. ഷീല സണ്ണിയുടെ വന്നിരുന്നു. ഷീല സണ്ണിയുടെ മുറിയിലാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അന്വേഷണം ലിവിയ ജോസിലേക്ക് നീണ്ടു കേട്ടോ. ലിവിയ ജോസിനെതിരെ റെഡ് കോർണർ നോട്ടീസ്. അപ്പോൾ ഈ അന്വേഷണം വരുന്നത് കണ്ട് പിടിക്കപ്പെടും എന്നുള്ള പണിയായി കഴിഞ്ഞപ്പം, മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്തോ പണി പാളി എന്ന് പിടികിട്ടിയപ്പോൾ കക്ഷി നേരെ അങ്ങ് ദുബായിക്ക് വിട്ടു കേട്ടോ. ദുബായിൽ എന്നും അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചാണ്. നടക്കുന്ന കാര്യമല്ല. കാരണം ദുബായുമായിട്ട് ഇപ്പോൾ എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഉണ്ട് ഇന്ത്യക്ക്, കുറ്റവാളികളെ കൈമാറാൻ ഉള്ള. അപ്പോൾ അത് അവിടുന്ന് റെഡ് നോട്ടീസ് ആയിക്കഴിഞ്ഞ് മനസ്സിലായി. എല്ലായിടത്തും ലുക്കൗട്ട് നോട്ടീസും ഒക്കെ കൊടുത്തു. എല്ലാ എയർപോർട്ടിലും ഒക്കെ വിവരമൊക്കെ അറിയിച്ചു.
ഒക്കെ വന്നു. അപ്പോൾ നേരെ വന്ന് ഇവിടെ കോടതിയിലെങ്ങനെ ആരാവാം എന്ന് വിചാരിച്ച് അവിടുന്ന് നേരെ ഇങ്ങ് കൊച്ചിയിലോട്ട് വരാതെ ഇറങ്ങിയത് എവിടെയെന്നറിയാമോ? ഇറങ്ങിയത് ബോംബെയിൽ ഛത്രപതി ശിവാജി എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ദുബായിൽ നിന്ന് പിടുത്തവും വീണു. അവിടെ ഇമിഗ്രേഷനിലോട്ട് ചെന്നതും പിടുത്തവും വീണു. കാരണം ലുക്കൗട്ട് നോട്ടീസുണ്ട്, റെഡ് നോട്ടീസുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിടുത്തം വീണു. നേരെ ഇപ്പോൾ ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് പോലീസ് പോയിട്ട് അവരെ കൊണ്ടുവരും തിരിച്ച് അങ്ങോട്ട്, കേസെടുത്തേക്കാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊന്നും ഇവരെ പിടിച്ചതുകൊണ്ടൊന്നും ഷീലാ സണ്ണിക്ക് ഉണ്ടായ നഷ്ടമൊന്നും ഇല്ലാതാവത്തില്ല. പക്ഷേ ഷീലാ സണ്ണിയുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്നറിയോ? ന്യായമായ ആവശ്യമാണ്. ഈ ലിവിയ ജോസ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മരുമകളുടെ പ്രേരണ ഇല്ലാതെ ചെയ്യത്തില്ല. അപ്പോൾ മരുമകൾക്കെതിരെയും കൂടെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യായമായ ആവശ്യമാണ്. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണം, കുറ്റവാളികളെ പിടിക്കണം. കാരണം ഈ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഇത്രയും നാൾ ജയിലിലിട്ട് ഹരാസ് ചെയ്യാൻ ഇടയാക്കിയതിന്, അവരുടെ ജീവിതം പാഴാക്കിയതിന് ഉള്ള ശിക്ഷ ഇവർക്ക് കിട്ടണം. അത് വേണം. ഇനി ഇതോടൊപ്പം കൂട്ടി വായിക്കുന്നതാണ് വനം വകുപ്പിൻ്റെ വളരെ വലിയ കഴിവ് ഞാനിപ്പോൾ കണ്ടു. നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ മിടുക്കരാണ്. സാധാരണ കേസിൽ ഇപ്പോൾ പോലീസിൻ്റെ ഒരു കേസുണ്ടായ പോലീസ് ചെയ്യുന്നത് ആദ്യം എവിഡൻസൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ പ്രതിയെ പിടിക്കാറുള്ളൂ. എവിഡൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കും. അല്ലാതെ പ്രതിയെ പിടിച്ചിട്ട് എവിഡൻസ് ഉണ്ടാക്കുന്നതല്ല. പക്ഷെ നേരെ മറിച്ച് ഇവിടെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ പലരും പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം, ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്നറിയോ? അവർ ആദ്യം പ്രതിയെ അങ്ങ് പിടിക്കും. അവർക്ക് ഒരു പ്രതിയെ വേണം, പിടിക്കും. പിടിച്ചതിന് ശേഷം തെളിവൊക്കെ ഉണ്ടാക്കും. 2 പേര് ഇറച്ചി കൊണ്ടുപോയി കേട്ടോ. അവന്മാർ വന്ന് പിടിച്ച് മ്ലാവിറച്ചിയാന്ന് പറഞ്ഞാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ പിടിക്കുന്നത്. അപ്പോൾ അവർ പിടിച്ചപ്പോൾ അവർ കരഞ്ഞ് വിളിച്ച് പറഞ്ഞു, ഇത് മാനിറച്ചി അല്ല, ഇത് പോത്തിറച്ചിയാന്ന് ആവുന്നതും പറഞ്ഞു. വിടത്തില്ല, സമ്മതിക്കില്ല. കൊണ്ടിട്ട് ഒരുപാട് ഉപദ്രവിച്ചു എന്നവർ പറയുന്നു. സത്യമാണെന്ന് എനിക്കറിയില്ല. ശാരീരിക ഉപദ്രവം അത്രത്തോളമായിട്ട് അവസാനം അവർ അങ്ങ് കുറ്റസമ്മതം നടത്തി. മ്ലാവിറച്ചി പോത്തിറച്ചിയാന്ന് വിചാരിച്ച് മ്ലാവിറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്നോ ഒക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ എഴുതി വെച്ചു. ഏതായാലും ഈ പാവങ്ങൾ 37 ദിവസം ജയിലിൽ കിടന്നു. അവസാനം ഈ ഇറച്ചി എപ്പോഴും പിടിച്ചാൽ പരിശോധിക്കണമല്ലോ എന്താണെന്നുള്ളത്. അത് ലാബിൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നപ്പോഴാണ് രസകരമായ റിപ്പോർട്ട്, പോത്തിറച്ചിയാണ്. അപ്പോൾ ശകലം പോത്തിറച്ചി കൊണ്ടുപോയതിന് 37 ദിവസം ജയിലിൽ കിടന്ന 2 ഭാഗ്യവാന്മാരാണ് നമുക്കിപ്പോൾ നമ്മുടെ ഇടയിലുള്ളത്. ഇതും സംഭവിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ. കാരണം ഞാൻ വനംവകുപ്പിനെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞല്ല. കാരണം ഇവരെന്താണെന്നറിയോ, ഇവർക്കും പലപ്പോഴും തെളിവൊന്നും കിട്ടുകയില്ല പല കാര്യങ്ങൾക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു തേക്ക് പ്ലാന്റേഷൻ വനം വകുപ്പിൻ്റെ, അതിൻ്റെ അവിടെ തേക്ക് കുറ്റി നിൽപ്പുണ്ട്, തേക്കില്ല. അപ്പോൾ ഇവർ നോക്കുമ്പോൾ എന്താ അവർക്ക് കുറ്റിക്കൊരു മാസ്റ്റർ തയ്യാറാക്കണം, കുറ്റി മാസ്റ്റർ എന്നതിന് പറയും. ഈ കുറ്റി മാസ്റ്റർ തയ്യാറാക്കിയിട്ട് പിന്നെ ഇതിനാളിനെ പിടിക്കണം. അതിന് ചെയ്യുന്ന പണി എന്തോന്നറിയോ? ആരെങ്കിലും ഏതെങ്കിലും ഫോറസ്റ്റ് കേസിലുണ്ടായിരുന്നവരോ അതിനടുത്തുണ്ടായിരുന്നവരോ ഒക്കെ പിടിച്ച് പ്രതിയാക്കിയിട്ട് അങ്ങോട്ട് എഴുതി വെക്കും. എല്ലാം ഒരുപോലെ എഴുതി വെക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് ഈ ഫോറസ്റ്റ് കേസ് കണ്ടേക്കുന്നവർ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. ഞങ്ങൾ ഇതുപോലെ ബീറ്റ് സഞ്ചരിച്ച് വരവേ, ഫോറസ്റ്റിലെ ബീറ്റ് സഞ്ചരിച്ച് വരവേ 2 പേർ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഒരു തടിക്കഷണം തോളിൽ ചുവന്നുകൊണ്ട് ഞങ്ങൾക്ക് അഭിമുഖമായി നടന്നു വരുന്നതിനെ കണ്ട് അവരെ തടഞ്ഞു നിർത്തി. ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതില്ല, ഇന്നാരാണെന്ന് പറഞ്ഞു. ഇതുപോലെ ഈ തേക്ക് ഇവിടുന്ന് മുറിച്ചുകൊണ്ട് പോയ തടിയാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എഴുതി വെക്കും. ഇത് മുൻപിൻപ് ആയി 2 പേർ ഇങ്ങനെ തോളെ ചുമന്നുകൊണ്ട് നടന്നു വരുന്ന എല്ലാത്തിലും ഇത് എഴുതി വെക്കുന്നത്. ഒരുപാടെണ്ണത്തിൽ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഫോറസ്റ്റ് കേസ് എടുത്ത് പരിശോധിച്ചാൽ മതി. ഞാൻ കൊല്ലം ജില്ലയിലെ ഫോറസ്റ്റ് കേസുകളുടെ കാര്യമാണ്. ഇവിടെ മറ്റ് ജില്ലയിലൊക്കെ എങ്ങനെയാണ് ഇത് എഴുതി വെക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, ശ്രദ്ധിക്കാനുള്ള ഇട വന്നിട്ടില്ല. ഏതായാലും ഇങ്ങനെ ചെയ്ത് കളയും. ഇതുപോലെ ഇപ്പോൾ ഈ 2 പാവങ്ങളെ കുറച്ച് പോത്തിറച്ചി കൊണ്ടുപോയവന്മാരെ പിടിച്ച് ഇത്രയും നാൾ ജയിലിട്ടപ്പോൾ ഇവർക്ക് സമാധാനമായി കാണുമല്ലോ. ഇവർക്ക് എവിടുന്ന് കിട്ടി തെളിവ്? ഇവർ തെളിവുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാ തെളിവ്? ലാബിൽ നിന്ന് കൊണ്ടുപോയി ഇറച്ചി എന്നാൽ ഇവർ മാറ്റിയോ? ഇവന്മാർ ജയിലിൽ കിടക്കല്ലേ? അവർ ജയിലിൽ കിടക്കുന്നവന്മാർക്ക് ഇറങ്ങിപ്പോയി ലാബിൽ പോയിട്ട് ഈ ഇറച്ചി മാറ്റിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. മാത്രമല്ല, അത് നമുക്ക് വിശ്വസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പരിശോധിച്ചപ്പോൾ പോത്തിറച്ചിയാണ്. മ്ലാവിറച്ചിയും പോത്തിറച്ചിയും അവർക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റും ഇതിനകത്ത്.
ഇവർക്ക് മാത്രം ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഫോറസ്റ്റുകാർക്ക്. കാരണം അവർക്കൊരു മ്ലാവിനെ വേണം. മ്ലാവിൻ്റെ അവശേഷങ്ങളാ വല്ല പോച്ചിങ് എങ്ങാണ്ട് നടത്തിയത് പിടിച്ച് കാണും. അപ്പോൾ നോക്കിയപ്പോൾ ഇതിന് ആളിനെ വേണം. അപ്പോൾ ഇറച്ചി അവന്മാരുടെ കയ്യിലുണ്ട്. നോക്കിയപ്പോൾ അത് പോത്തിറച്ചി മാറ്റിക്കൊണ്ട് വന്നവന്മാരെ കരഞ്ഞു വിളിച്ച് പറഞ്ഞ് പോത്തിറച്ചിയാന്ന് വിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ എക്സൈസ് ആയാലും പോലീസ് ആയാലും ഫോറസ്റ്റ് ആയാലും, ഇവരൊക്കെ ഇത് ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി വേണം ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ, അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആരെയും പിടിച്ച് ജയിലിൽ ഇടിയിക്കാം. ഇടിച്ചു കഴിഞ്ഞാൽ അതിനൊരു വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് കരുതണം. അതാണ് വേണ്ടത്.